ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള കിച്ചൺ എക്സ്പ്രസ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ ഒരു പനീർ ചെയ്യുന്ന റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. ഹോം മെയ്ഡ് പനീർ. നമുക്ക് വീട്ടിൽ തന്നെ പനീർ ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ 1.5 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. അത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചൂടായതിന് ശേഷം ഞാൻ ഒരു ലെമൺ സ്ക്യൂസ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ലെമണാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വിനിഗർ വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാല് നന്നായിട്ടൊന്ന് തിരിഞ്ഞു വരും. ആ സമയം ഞാൻ അപ്പുറത്ത് ഒരു കോട്ടൺ തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ തിരിഞ്ഞ പാലിൻ്റെ ഇത് വന്ന് നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. പാല് തിരിഞ്ഞതിന് ശേഷം കുറച്ചായിട്ട് എടുത്ത് നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് സ്ക്യൂസ് ചെയ്ത് അതിൻ്റെ എക്സസ് വെള്ളമൊക്കെ കളയണം. കണ്ടില്ലേ, പാലും വെള്ളവും ഒക്കെ തനിയായിട്ട് പിരിഞ്ഞ് മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കോരി മാറ്റാവുന്നതാണ്. ഇപ്പം ഞാൻ ഒരു ലെമൺ ഒഴിച്ചപ്പോൾ തന്നെ പാല് നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇല്ല, നിങ്ങൾക്ക് നന്നായിട്ട് പിരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ലെമൺ കൂടെ നിങ്ങൾക്ക് പിഴിഞ്ഞ് ഒഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മളെല്ലാം ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് വൃത്തിയായിട്ട് ഈ പനീറിൻ്റെ പുറത്ത് നമുക്ക് വെള്ളം ഒഴിക്കേണ്ടതാണ്. എന്നുവെച്ചാൽ നമ്മൾ ഈ ലെമൺ ജ്യൂസൊക്കെ ഇട്ടുകൊണ്ട് ആ ലെമൺ ജ്യൂസിൻ്റെ ആ പുളിയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഐസ് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് സ്ക്യൂസ് ചെയ്യാനും ആ ചൂടൊക്കെ ഒന്ന് മാറി കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ വെള്ളമൊക്കെ നമ്മൾ പിഴിഞ്ഞ് മാറ്റുക. ഈ വെള്ളം ഒഴിച്ച് കഴുകണം, ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മറക്കാൻ പാടില്ല. വെള്ളം ഒഴിച്ച് കഴുകുക, ആ ഒരു പുളിപ്പൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തൊരു വെയിറ്റ് വെക്കണം. ഞാൻ കട്ടിംഗ് ബോർഡ് സെറ്റ് ചെയ്തു. അതിൻ്റെ പുറത്ത് പിന്നെ ഒരു കട്ടിംഗ് ബോർഡ് വെച്ചു. അതിൻ്റെ പുറത്ത് കുറച്ച് വെള്ളം വെച്ച് വെയിറ്റ് സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അല്ലാതെ വേറെ എന്തെങ്കിലും വെയിറ്റ് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെയിറ്റ് വെച്ച് നന്നായിട്ടൊരു 1 to 2 hours നമ്മൾ ഇതുപോലെ വെയിറ്റ് വയ്ക്കുക. വച്ചതിന് ശേഷം നമുക്ക് നോക്കാം. ഇതൊരു 2 മണിക്കൂറിനടുപ്പിച്ച് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നേ. കണ്ടില്ലേ, പനീറൊക്കെ നന്നായിട്ട് ടൈറ്റായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ വെയിറ്റ് വയ്ക്കുമ്പോൾ മാത്രമേ ഇതുപോലെ ടൈറ്റായിട്ട് സെറ്റായി വരുള്ളൂ. ഇതിനെ നമുക്കിപ്പോൾ പീസാക്കാം, ചെറിയ ക്യൂബ്സ് ആക്കി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണം, ഏത് വലുപ്പത്തിൽ വേണോ ആ ഷേപ്പിൽ, ആ സൈസിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, ചെറിയ ക്യൂബ്സ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തു. ഇതിനെ നമുക്ക് ഇനി ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. ആവശ്യമുള്ളപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ എല്ലാം ക്യൂബ്സായിട്ട് കട്ട് ചെയ്തു. നല്ല അടിപൊളി പനീർ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. പിന്നെ കാണാം.